തിരുവനന്തപുരം കാട്ടാക്കടയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ് ജീവനൊടുക്കി. കാട്ടാക്കടയ്ക്ക് സമീപം പ്രിന്റിംഗ് പ്രസ്സിൽ പെട്രോൾ കുപ്പിയുമായി എത്തിയ യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പിന്നാലെ പെട്രോൾ ശരീരത്തിൽ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയായ വിനു എന്ന യുവാവാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവം നടക്കുമ്പോൾ കടയിലുണ്ടായിരുന്ന ജീവനക്കാരിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. കടയിലെ സാധനങ്ങളും കത്തി നശിച്ചു. ഇയാളും കടയിലെ ജീവനക്കാരിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇയാളെ ഒഴിവാക്കുന്നതിനായി പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ ഇയാൾ പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൈക്കും മുഖത്തും പൊള്ളലേറ്റ് ജീവനക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഒരു പയ്യൻ ഓടി വരുന്നു, അതിനകത്ത് കയറുന്നു. ആ പെൺകുട്ടിയായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറയുന്നു. നമുക്കറിയാൻ പറ്റില്ല, നമ്മൾ വെളിയിൽ നിൽക്കുകയില്ല, നമുക്കറിയാൻ പറ്റില്ല. അവിടെ കയറി പെട്രോൾ എടുത്ത് ഒഴിക്കുന്നു, തീപ്പട്ടി അടിച്ച് കത്തിക്കുന്നു. അതിനിടയ്ക്ക് ഇന്ന് യവൻ രക്ഷപ്പെടാനുള്ള ആഗ്രഹമൊന്നും യവനില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ പൊള്ളലുള്ളൂ. യവൻ മരണപ്പെട്ടു പോയി. അവിടെ പോലീസ് കംപ്ലീറ്റ് പരിപൂർണമായിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മോർക്കോലിൽ ഷേർലി മാത്യുവും കോട്ടയം സ്വദേശിയെന്ന് സംശയിക്കുന്ന യുവാവുമാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ കഴുത്തറുത്ത നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയെന്നാണ് നിഗമനം. ഇന്നലെ രാത്രി 9:30-യോടെയാണ് സംഭവം. ഷേർലിയുമായി പരിചയമുള്ള ഒരാൾ ഇവരെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മലപ്പുറം പന്തല്ലൂരിൽ ബൈക്കിന് പുറകിൽ കാർ ഇടിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. പന്തല്ലൂർ സ്വദേശികളായ സഹദ് ഹർഷിത ദമ്പതികളുടെ മകൻ റസലാണ് മരിച്ചത്. ചേളാരി IOC പറമ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അപകടം. കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ദമ്പതികൾക്ക് വിട്ടു നൽകും. കോട്ടയം മോനിപ്പള്ളിക്ക് സമീപം MC റോഡിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 3 മരണം. കാറിലുണ്ടായിരുന്ന നീണ്ടൂർ ഓണംതുരുത്ത് സ്വദേശികളായ സ്ത്രീയും പുരുഷനും കുട്ടിയുമാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മൂവാറ്റുപുഴയിൽ നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ കൂത്താട്ടുകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപം വനം വകുപ്പിന്റെ വാഹനം കാറിലിടിച്ച് കാർ യാത്രക്കാരിക്ക് പരിക്ക്. കതിരൂർ സ്വദേശി നിബയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിറകിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ വനം വകുപ്പിന്റെ സ്കോർപിയോ വാഹനത്തെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലായിരുന്നു ഡ്രൈവർ. ഇരിട്ടി സ്വദേശി രഘുനാഥനെ കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ആറളം ഫോറസ്റ്റ് ഓഫീസ് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവറാണ് ഇയാൾ. വാഹനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. കോഴിക്കോട് കുന്നമംഗലത്ത് കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 കാർ യാത്രക്കാരും പിക്കപ്പ് ലോറി ഡ്രൈവറുമാണ് മരിച്ചത്. പെരുമ്പള്ളി സ്വദേശി സുഹൈൽ, കൊടുവള്ളി സ്വദേശി നിഹാൽ, പിക്കപ്പ് ഡ്രൈവർ വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന ഡ്രൈവറുടെ സഹായിയെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത മുറിയനാൽ വയനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും ചുരമിറങ്ങി വന്ന പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. വാഹനങ്ങളുടെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയ മുഴുവൻ പേരെയും പുറത്തെടുത്തത്. തൃശൂർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതര പരിക്ക്. കണ്ണൂർ സ്വദേശിയെന്ന് കരുതുന്ന വിനായകനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ 200 മീറ്റർ തെക്ക് മാറിയാണ് അപകടം നടന്നത്. റെയിൽവേ പോയിന്റ് മാൻ ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപകടത്തിൽ യുവാവിന്റെ ഇടത് തോളിന് താഴെ വെച്ച് അറ്റുപോയി. കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യുവാവിനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന്റെ അറ്റുപോയ കൈ തിരച്ചിൽ നടത്തി കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. തൃശൂർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം തീവണ്ടിയിൽ നിന്നും വീണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനി മരിച്ചു. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന വജ്രാല പർവീണാണ് മരണപ്പെട്ടത്. തീവണ്ടിയിൽ നിന്നും താഴെ വീണ യുവതിയുടെ ശരീരത്തിലുള്ള ട്രെയിൻ കയറുകയായിരുന്നു. ട്രെയിനിൽ ഇവരോടൊപ്പം യാത്ര ചെയ്ത മറ്റൊരു സ്ത്രീയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ അറിയിച്ചത്.
സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.